അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 89-ാമത്തെ ഒരു ഭാഗത്ത് നമ്മൾ ബനുൽ മുസ്തലഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. ആ ഒരു സൈനിക നിയോഗം പ്രാധാന്യം അർഹിക്കുന്നില്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ട് അരങ്ങേറുന്ന 3 സംഭവങ്ങളെ സംബന്ധിച്ച് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ 2 വിശദീകരിച്ചു കഴിഞ്ഞു. ഒന്ന് ആ ബനുൽ മുസ്തലഖിൽ നടന്നത്, രണ്ടാമതായിട്ട് തിരിച്ചുള്ള യാത്രയിൽ മുനാഫിക്കുകളായിട്ട് ബന്ധപ്പെട്ട് അവർ മുഹാജിറുകൾക്ക് അൻസാറുകൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചതും അതിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുനാഫിഖൂൻ അവതരിപ്പിച്ചതും അതിൻ്റെ വിവരണമെല്ലാം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി അതിൽ അവശേഷിക്കുന്ന 3-ാമത്തെ സംഭവം ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട അപവാദ പ്രചാരണം. അതാണ് ഈ ഒരു ഭാഗം മുതൽ നമ്മൾ ആരംഭിക്കുന്നത്. രംഗം ആ ബനുൽ മുസ്തലഖിൽ നിന്നും തിരിച്ചുള്ള യാത്രക്കിടയിലാണ്. നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യാണ്. ആ യാത്രക്കിടയിലാണ് മുനാഫിക്കുകളായിട്ട് ബന്ധപ്പെട്ട ആ ഫിത്ന എല്ലാം അവിടെ അരങ്ങേറിയത്. അതേ യാത്രക്കിടയിൽ ഇനി നമ്മൾ വിവരിക്കാൻ പോകുന്ന ആ 3-ാമത്തെ സംഭവം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ഉണ്ടായ അപവാദ പ്രചാരണം. അത് ചരിത്രത്തിൽ ഹാദിസത്തുൽ ഇഫ്ക് അല്ലെങ്കിൽ വാഖിയത്തുൽ ഇഫ്ക് എന്നുള്ള പേരിലാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഇഫ്ക് എന്നുള്ള പദം തുടർന്ന് നമ്മൾ സൂറത്ത് നൂറായിട്ട് ബന്ധപ്പെട്ട ആ വിവരണത്തിൽ അത് വിശദീകരിക്കുന്നതാണ്. അതായത് കദിബ് കളവല്ല, കളവിനും മീതെ ഒരു വാസ്തവുമില്ലാത്ത അത്തരത്തിൽ പടച്ചുണ്ടാക്കുന്ന വാർത്ത. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ അത്തരത്തിലൊരു അപവാദം അവിടെ ഉയർന്നു വരുന്നുണ്ട്. ഈ ഒരു സംഭവം, ഈ മുഴുനീള സംഭവം എല്ലാ പ്രധാനപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളിലും മുത്തഫഖുൻ അലൈഹിയായിട്ട് സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കും. അത് ഡയറക്റ്റായിട്ട് ഫസ്റ്റ് പേഴ്സൺ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ നൽകുന്ന സുദീർഘമായിട്ടുള്ള ഉദ്ധരണി. സ്വഹീഹ് ബുഖാരിയിലെല്ലാം ഏറ്റവും ദീർഘമായിട്ടുള്ള ഉദ്ധരണികളൊന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഇഫ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹദീസാണ്. അത് ചില സ്വഹീഹ് ബുഖാരിയിലുള്ളതിനേക്കാൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആണ് സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ സാധിക്കുന്ന ഉദ്ധരണി. അപ്പോൾ ഇത്തരത്തിലുള്ള ഹദീസുകളെല്ലാം ചേർത്ത് വെച്ച് അതോടൊപ്പം സീറാ ഗ്രന്ഥങ്ങളിലെ വിവരണങ്ങളും അതോടൊപ്പം നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു സംഭവം പല ആളുകളും കേട്ടിരിക്കും. അതിൽ നിന്ന് മാക്സിമം അതിൽ നിന്ന് നമ്മൾ ലഭിക്കാവുന്ന ആ പാഠങ്ങൾ സഹിതം. ഇപ്പോൾ സ്വഹീഹ് ബുഖാരിക്ക് ഷറഹ് അതിൻ്റെ വ്യാഖ്യാനം എഴുതിയ ഫതഹുൽ ബാരി രചിച്ച ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹി പോലെയുള്ള ആളുകൾ ഈ ഒരു സംഭവത്തിൽ നിന്നും 80-ലധികം പാഠങ്ങൾ അവർ എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തതായിട്ടെല്ലാം ഫതഹുൽ ബാരിയിൽ കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ആ പാഠങ്ങൾ സഹിതമാണ് നമ്മുടെ ആ വിവരണം മുന്നോട്ട് പോവുക. അപ്പോൾ കൂടുതൽ മുഖവരിയില്ലാതെ നമ്മൾ ആ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ശ്രവിക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ അരങ്ങേറിയൊരു സംഭവം എന്നുള്ള ധാരണ മാറ്റി നമ്മുടെ ഓരോ ആളുകളെയും അതിലേക്ക്, ആ സംഭവത്തിലേക്ക് പ്രതിഷ്ഠിച്ച് നമ്മുടെ അനുഭവമായിട്ട് ആ രൂപത്തിൽ റിലേറ്റ് ചെയ്തുകൊണ്ട് ശ്രവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഒരു ഉദ്ധരണി നൽകുന്നത് കാലങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെല്ലാം ശേഷം 19 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ഈ ഒരു സംഭവം പറയുന്നത്. അവർ ഓർത്തെടുത്ത് ഓരോ സംഭവങ്ങൾ പറയുകയാണ്. ഇപ്പോൾ ബനുൽ മുസ്തലഖാണ് രംഗം. ആ യാത്ര, ആ ബനുൽ മുസ്തലഖിലേക്കുള്ള യാത്രയുടെ ആദ്യ ഭാഗത്തേക്ക് പോവാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു യാത്ര തീരുമാനിച്ചാൽ ഇദാ അറാദ അൻ യഖ്റുജ സഫറൻ അഖ്റഅ ബൈന അസ്വാജിഹി, റസൂലുള്ളാഹ് യാത്ര പോകുന്ന സമയത്ത് റസൂലുള്ളാഹിൻ്റെയോടൊപ്പം ആരെയാണ് കൊണ്ടുപോകേണ്ടത്, ഭാര്യമാർക്കിടയിൽ ആരെയാണ് കൂടെ കൂട്ടേണ്ടതെന്ന് തീരുമാനിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നറുക്കിടുക പതിവായിരുന്നു. അങ്ങനെ ആ യാത്രയിൽ, ബനുൽ മുസ്തലഖിലേക്കുള്ള യാത്രയിൽ റസൂലുള്ളാഹി പതിവ് പോലെ നറുക്കിട്ട സമയത്ത് ആ നറുക്ക് വീണത് എനിക്കായിരുന്നു. ആ സൈന്യത്തോടൊപ്പം ആയിഷ റളിയല്ലാഹു അൻഹയും ആ സംഘത്തിലുണ്ടായിരുന്നു. അവിടെ നമ്മൾ പോസ്റ്റ് ചെയ്ത് ഒന്നാമതായിട്ട് ലഭിക്കുന്ന പാഠം. അപ്പോൾ ചിന്തിച്ചു നോക്കുക, ഇവിടെ റസൂലുള്ളാഹി ഏത് യാത്രയിലാണ് ഭാര്യമാരെ കൂടെ കൊണ്ടുപോകുന്നത്? ഇത്രയും സങ്കീർണമായിട്ടുള്ള യുദ്ധയാത്രകളിൽ പോലും റസൂലുള്ളാഹി ഫാമിലി ടൈം കണ്ടെത്തുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ട് റസൂലുള്ളാഹി ഓട്ട മത്സരം വെച്ച സംഭവമെല്ലാം ഇതേ രൂപത്തിലുള്ള യാത്രകൾക്കിടയിലാണ് അരങ്ങേറുന്നത്. അത്രയും തിരക്ക് പിടിച്ച, നമുക്ക് ലോകത്തെ ഏറ്റവും തിരക്ക് പിടിച്ച ഇത്രയും വലിയൊരു ദൗത്യം റസൂലുള്ളാഹിക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആ സമയത്തിനുള്ളിൽ നിർവഹിച്ച് തീർക്കേണ്ടതുണ്ട്. അപ്പം അത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പോലും റസൂലുള്ളാഹി ഇതിനെല്ലാം സമയം കണ്ടെത്തുന്നത് നോക്കുക. അപ്പോൾ അവിടെ നമുക്കുള്ള പാഠം, പലപ്പോഴും ജോലിയുടെ തിരക്കിൽ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ തിരക്കിലെല്ലാം പലപ്പോഴും ആ ഫാമിലിക്ക് ടൈം വേണ്ടത്ര സമയം നൽകാൻ കഴിയാത്ത നിരവധി ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളൊരു ജോലി ചെയ്യുന്നത് പോലും ആ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് നേരെ തിരിച്ചായിട്ട്, അതായത് മുഴുവൻ സമയം ആ ജോലിക്ക് വേണ്ടി നീക്കി വെച്ച ആ ഫാമിലിക്ക് സമയം നൽകാത്ത ആളുകൾ, അതല്ലെങ്കിൽ
വളരെ പ്രധാനപ്പെട്ടൊരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ട്രിപ്പ് ഉണ്ടെങ്കിൽ അതിൽ ഭാര്യമാരെ കൂടെ കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും അത് തലവേദനയാണെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന രൂപത്തിലുള്ള സമീപനങ്ങളുണ്ട്. ഇവിടെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായിട്ടുള്ള ആ ഒരു വിഷയത്തിലേക്ക് നൽകുന്ന മാതൃകയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ അവിടെ നറുക്കിട്ട് തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ അത് അനുവദനീയമാണ്. പല സമയത്തും ഇതേ രൂപത്തിൽ സമാനമായിട്ടുള്ള യോഗ്യതകളുള്ള ആളുകൾ, ഒന്നിലധികം ആളുകളുണ്ടെങ്കിൽ അവർക്കിടയിൽ ആ നീതിയോടുകൂടെ കാര്യം തീർപ്പ് കൽപ്പിക്കണമെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ നറുക്കിടുക എന്നുള്ളതാണ്. നമുക്കറിയാം 3 പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ അതിനെ സംബന്ധിച്ചുള്ള ഉദ്ധരണികൾ. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ സൂറത്ത് സ്വാഫാത്തിൻ്റെ 141 വചനത്തിൽ ആ കപ്പലിൽ അവർ ഫസാഹമ ഫക്കാന മിനൽ മുദഹലീൻ, ആ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നറുക്കിട്ട് അതിൽ നിന്നും ആളെ തീരുമാനിക്കുന്ന കാര്യം പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മറിയമിൻ്റെ സംരക്ഷണം അത് ആർക്കാണെന്ന് അവിടെ അവർ ആ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് ചർച്ച ചെയ്ത സമയത്ത് അയ്യഹും യക്ഫുലു മറിയം, അവിടെയും നറുക്കിടുന്ന ആ ഒരു സംഭവം വരുന്നുണ്ട്. സമാനമായിട്ട് ഇവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർക്കിടയിൽ ആ നറുക്കിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ തുടരാണ്, ഞാൻ യാത്ര ചെയ്തിരുന്നത് ഒരു ഹൗദജിനകത്താണ്. ഹൗദജ് നിങ്ങൾ പിറകിൽ കാണുന്നുണ്ടാകും, ഒരൊട്ടകക്കട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പഴയ കാലത്തുള്ള പല്ലക്ക് പോലെ ഒരൊട്ടക കൂടാരം, അത് 4 ആളുകൾ താങ്ങിയെടുത്ത് ഒട്ടകത്തിൻ്റെ പുറത്തേക്ക് വെക്കും. പിന്നീട് ആ 4 ഭാഗത്തും കവർ ചെയ്തിട്ടുണ്ടാകും. വിശ്രമവേളയിൽ അവർ തന്നെ അത് താഴത്തേക്ക് ഇറക്കും. ആ രൂപത്തിൽ ആ കൂടാരത്തിനകത്തായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ യാത്ര ചെയ്തിരുന്നത്. അങ്ങനെ അവർ ബനുൽ മുസ്തലക്കിലേക്ക് പോയി. അവിടെ നടന്നതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു, അതെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു വരുന്ന വഴിയാണ്, നമ്മുടെ കോണ്ടക്സ്റ്റിലേക്ക് എത്തുകയാണ്. തിരിച്ചു വരുന്ന വഴിയിൽ മദീനയുടെ അടുത്തെത്താനായ സമയത്ത് രാത്രി സമയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൈന്യത്തിന് വിശ്രമവേള അല്ലെങ്കിൽ വിശ്രമിക്കാനുള്ള സമയം നൽകി. ആളുകളെല്ലാം അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ സൈന്യം നിർത്തിയിരിക്കുകയാണ്. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ ആ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ വേണ്ടി ഒരല്പം ദൂരേക്ക് പോയി. മരുഭൂമിയിൽ ഒരല്പം, അതായത് അവരുടെ കയ്യിൽ എന്തെങ്കിലും വെളിച്ചുണ്ടാകും, അതല്ലെങ്കിൽ ആ നിലാവിൻ്റെ വെളിച്ചത്തിൽ അവർ ദൂരേക്ക് പോവാണ്. അപ്പോൾ അവർ ആ കാര്യമെല്ലാം നിർവഹിച്ച് തിരിച്ചു വന്ന സമയത്താണ് അവരൊരു കാര്യം നോട്ട് ചെയ്യുന്നത്. അവരുടെ കഴുത്തിലുള്ള ആ മാല കാണുന്നില്ല, ആ നെക്ലസ്. അത് അവർ പറയുന്ന സ്വർണത്തിൻ്റെ ഒന്നല്ല, മറിച്ച് യമനി മുത്തുകൾ, കറുപ്പും വെള്ളയും മുത്തുകൾ കൊണ്ട് നിർമ്മിച്ച ആ ഒരു മാല നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, സ്ത്രീകൾ ഒരു ഗിഫ്റ്റിന് വില കൽപ്പിക്കുന്നത് അവർക്കൊരു സെൻറ്റിമെൻ്റൽ വാല്യൂ ഉണ്ടാകും. ആ ഗിഫ്റ്റിൻ്റെ വിലയേക്കാൾ അവർ അത് നൽകിയ ആളുകൾ അല്ലെങ്കിൽ ആ ഒരു മൊമെൻ്റ് അതെല്ലാം കണക്കിലെടുത്താണ് അവരൊരു കാര്യത്തിന് വില കൽപ്പിക്കുന്നത്. അപ്പോൾ ചില റിപ്പോർട്ടുകൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ലെങ്കിൽ അവരുടെ മാതാവ് അവരാരോ സമ്മാനിച്ചതായിരുന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ആ മാല കാണാതായെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ വീണ്ടും അങ്ങോട്ട് തന്നെ തിരിച്ചു പോവാണ്. അങ്ങനെ ആ ഇരുട്ടിൽ ഒരുപാട് സമയമെടുത്ത് അവർ ആ ഉള്ള വെളിച്ചം കൊണ്ട് അവസാനം അത് തപ്പി ഒരുപാട് സമയം തിരഞ്ഞ് അവർക്ക് ആ മാല തിരിച്ചു കിട്ടി. അപ്പം അവർ ആ മാല അവിടെ തിരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് മറുവശത്ത് സംഭവിച്ചത് റസൂലുള്ള പതിവിന് തികച്ചും വിപരീതമായിട്ട് ആ യാത്ര പുനരാരംഭിക്കാനുള്ള ഒരു ഓർഡർ ആ സൈന്യത്തിന് നൽകുന്നുണ്ട്. അതിൻ്റെ കാരണം കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു. ആ സംഘത്തിലുണ്ടായിരുന്ന മുനാഫിക്കളുടെ നേതാവ് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ചില ഫിത്നകൾ അവർക്കിടയിൽ ഉണ്ടാക്കി. അപ്പോൾ അയാളുണ്ടാക്കിയ ആ തീക്കനൽ അത് കത്തിപ്പടരുന്നതിന് മുമ്പ് തന്നെ അത് കെടുത്തിക്കളയാൻ വേണ്ടി റസൂലുള്ള ദീർഘമായിട്ടുള്ളൊരു യാത്രക്ക് ആ സമയത്ത് ഓർഡർ നൽകുകയാണ്. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു എന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രവാചകരെ പതിവില്ലാതെ ഈ സമയത്തൊരു യാത്ര? റസൂലുള്ള അതേ കാരണമെല്ലാം ന്യായമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ആ സൈന്യം പോയതിന് ശേഷം ഒരല്പസമയത്തിന് ശേഷമാണ് ആയിഷ റളിയല്ലാഹു അൻഹ ആ മാലയെല്ലാം കിട്ടി തിരിച്ചെത്തുന്നത്. അപ്പോൾ അവർ 4 ഭാഗത്തേക്ക് നോക്കി, അവിടെ ഒരാളുടെ പൊടി പോലില്ല. ആ മരുഭൂമിയുടെ വിജനതയിൽ ആ അർദ്ധരാത്രി ആയിഷ റളിയല്ലാഹു അൻഹ ഒറ്റപ്പെടുകയാണ്. എന്നിട്ട് അവർ പറയുന്നു, അപ്പോൾ സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്നൊരു ചോദ്യം, എന്തുകൊണ്ട് ആ ഹൗദജ് ഒട്ടകപ്പുറത്തേക്ക് കയറ്റി വെക്കുന്ന ആളുകൾ എന്തുകൊണ്ട് അവരുടെ അഭാവം നോട്ട് ചെയ്തില്ല? അതിനുള്ള മറുപടി ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ഹദീസിൽ പറയുന്നുണ്ട്, ഞാൻ നന്നേ മെലിഞ്ഞ പ്രകൃതാണ്, എൻ്റെ ശരീരം നന്നേ മെലിഞ്ഞ ശരീരമായിരുന്നു. അത് മാത്രമല്ല അവരുടെ പ്രായം 14-15 വയസ്സ് മാത്രമാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, അക്കാലഘട്ടത്തിലുള്ള സ്ത്രീകൾ അവർ തടിച്ചവരായിരുന്നില്ല, ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരല്പം ഭക്ഷണം മാത്രമാണ് ഞങ്ങൾ കഴിച്ചിരുന്നത്. വളരെ മെലിഞ്ഞ പ്രകൃതി ആയതുകൊണ്ട് തന്നെ ആ ഭാരവ്യത്യാസം ഈ എടുത്തു വെക്കുന്ന ആളുകൾ ആ ഭാരവ്യത്യാസം അവർ നോട്ട് ചെയ്തില്ല. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ അവർക്ക് നൽകുന്ന എക്സ്ക്യൂസ്. അപ്പം അത് മാത്രമല്ല, അവിടെ വരികൾക്കിടയിലൂടെ വായിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരുമായിട്ട് അവർ ഏത് രൂപത്തിലായിരുന്നു ഇടപഴകിയത്, അവരെത്രത്തോളം സംസാരിച്ചിരുന്നു, അതെല്ലാം വളരെ കൃത്യമായിട്ട് അവർ കാണിച്ച അദബെല്ലാം വളരെ കൃത്യമായിട്ട് ഈ സംഭവം കാണിച്ചു തരുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ അകപ്പെടുകയാണ്. അങ്ങനെ അവർ പറയാണ്, ഞാൻ ആ സംഘത്തെയും തെരഞ്ഞ് മറ്റേതെങ്കിലും ഭാഗത്തേക്കൊന്നും പോകാതെ
ഏത് പോയിന്റിൽ വെച്ചാണോ എനിക്കവരെ മിസ്സായത്, അതായത് അവസാനമായിട്ട് അവർ ഇറക്കി വെച്ച ആ സ്പോട്ട്, ഞാൻ അവിടെ തന്നെ ഇരുന്നു. വളരെ സ്മാർട്ടായിട്ടുള്ള മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പിൽ കൂട്ടം തെറ്റുകയാണെങ്കിൽ നമ്മൾ അവരെയും തിരഞ്ഞ് ഏതെങ്കിലും ഭാഗത്തേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് നമ്മൾ എവിടെ വെച്ചാണ് അവസാനമായിട്ട് അവരെ മിസ്സാകുന്നത് അതേ സ്പോട്ടിലിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെത്ര പോയാലും ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ മിസ്സാകുന്ന ആ ഒരു കാര്യം തിരിച്ചറിഞ്ഞാൽ അവർ ആദ്യം വന്ന് തരിക ആ ഒരു സ്പോട്ടായിരിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ മനോഹരമായിട്ട് അവർ ആ ഒരു ചെറിയ പ്രായത്തിൽ അവരുടെ ആ പക്വത അല്ലെങ്കിൽ ആ കാര്യബോധം എല്ലാം അത് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ തൂരി സീന പർവ്വതത്തിൽ ആ വെളിച്ചം കണ്ടു പോകുന്ന സമയത്ത് സൂറത്ത് ത്വാഹയിൽ ഇദർ ആ നാറൻ ഫഖാലലി അഹ്ലിഹിം കുതു, കുടുംബത്തോട് അവിടെ നിൽക്കാനുള്ള കൽപ്പനയെല്ലാം നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോകുന്നുണ്ട്. ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ ഒറ്റയ്ക്ക് തന്നെ, അതിപ്പോൾ നമ്മൾ പല സമയത്തും ഹജ്ജ് യാത്രയിൽ അല്ലെങ്കിൽ കുട്ടികളോടെല്ലാം നമ്മൾ സമാനമായിട്ടുള്ള നിർദ്ദേശം നൽകാറുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ എവിടേക്കും പോകാതെ അതേ സ്പോട്ടിൽ തന്നെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവം തൽക്കാലം ഇവിടെ നമ്മൾ പോസ് ചെയ്ത് ഇതേ രൂപത്തിൽ മാലയായിട്ട് ബന്ധപ്പെട്ട സമാനമായിട്ടുള്ളൊരു സംഭവം സീറയിൽ പിന്നീട് അരങ്ങേറുന്നുണ്ട്. ആ ഒരു ഉദ്ധരണി ഇതുമായിട്ട് നമ്മൾ ചേർത്ത് വെക്കുകയാണ്. അതും സ്വഹീൽ ബുഖാരിയിലും മുസ്ലിമിലെല്ലാം കിതാബ് തയമ്മമിൽ ആ ഒരു ഉദ്ധരണി കാണാൻ സാധിക്കും. അപ്പം അതിലും ആയിഷ റളിയല്ലാഹു അൻഹ ഇതേ രൂപത്തിലൊരു സംഘത്തോടൊപ്പം യാത്ര ചെയ്ത് അവർ വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നു. ആ സമയത്താണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാല നഷ്ടപ്പെടുന്നത്. മാല വീണ്ടും പോവാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ആ നഷ്ടപ്പെട്ടത് തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ സ്വയം തിരയാനൊന്നും പോയില്ല. കാരണം ഇതിൽ നിന്നും വലിയൊരു പാട് അവർ ഉൾക്കൊള്ളുകയാണ്. ഈ തിരഞ്ഞതുകൊണ്ടാണ്, തിരയാൻ പോയതുകൊണ്ടാണ് ഈ മുഴുവൻ പുകിലുണ്ടായത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ റസൂൽ നമ്മളാണെങ്കിൽ അത് കേട്ട ഉടനെ കഴിഞ്ഞ തവണ തന്നെ ആ മാല കൊണ്ടുള്ള പ്രശ്നം മുഴുവൻ ഉണ്ടായത്, റസൂൽ ആ രൂപത്തിലൊന്നും പ്രതികരിക്കാതെ ആ മൊത്തം സൈന്യത്തിനെ അവിടെ നിർത്തി ആ മാല തിരയാനുള്ള കൽപ്പന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയാണ്. ചിന്തിച്ച് നോക്കുക. അപ്പോൾ സമാനമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് ഏതെങ്കിലും സ്ഥലത്തേക്ക് ടൂറ് പോയി അവിടെ 2 ദിവസം താമസിച്ച് ആ റൂം ചെക്കൗട്ട് ചെയ്ത് നമ്മൾ വരുന്ന സമയത്ത് യാത്ര തുടങ്ങിയ ഒരല്പം കഴിയുമ്പോഴാണ് ഭാര്യ പറയുന്നത്, എൻ്റെ മോതിരം ഞാൻ ആ ബാത്റൂമിൽ മറന്നു വെച്ചിട്ടുണ്ട്. ഏത് രൂപത്തിലായിരിക്കും നമ്മൾ പ്രതികരിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മൊത്തം സൈന്യത്തെ അവിടെ നിർത്തിയത് തിരയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സൈന്യത്തിന് അവർ വളരെ വെള്ളമെല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് അവരുടെ കയ്യിലുണ്ടാവുകയുള്ളൂ. അപ്പോൾ നിൽക്കുന്നതിനനുസരിച്ച് ആ വെള്ളം ചിലവായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് അവർക്ക് ഏതായാലും പറയാൻ പറ്റില്ല. അവർ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ച് അതിലുള്ള ചില ആളുകൾ കാര്യം ബോധിപ്പിച്ചു. നിങ്ങളുടെ മകൾ കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്. ആ രൂപത്തിലെല്ലാം അവർ പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കാര്യം മനസ്സിലായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ ടെൻറ്റിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ മടിയിൽ തലവെച്ച് അവിടെ കിടന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുക. റസൂലുള്ള ചെറിയൊരു നിദ്രയിലാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മെല്ലെ വന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് അങ്ങേയറ്റം കോപിച്ചു. വലിയ ശബ്ദത്തിലല്ലാതെ അവർ പറഞ്ഞു, നിൻ്റെ കാരണമാണിത് മുഴുവൻ ഉണ്ടായത്. മാത്രമല്ല കോപിക്കുന്നതിനോടൊപ്പം തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എൻ്റെ വാരിയലിനിടയിലൂടെ കൈയിട്ട് എന്നെ കുത്തി അല്ലെങ്കിൽ എന്നെ നുള്ളി, ആ രൂപത്തിലെല്ലാം എന്നെ വേദനിപ്പിച്ചു. എനിക്ക് വേദനിച്ചെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണരുമെന്നുള്ള കാരണത്താൽ ആ വേദന സഹിച്ച് ഞാൻ അവിടെ ഇരുന്നു എന്നുള്ള ആ രൂപത്തിലെല്ലാം സംഭവിച്ച ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസാഇൻ്റെ 43-ാമത്തെ ആയത്ത് അല്ലെങ്കിൽ സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ ആയത്ത്, തയമ്മുമായിട്ട് ബന്ധപ്പെട്ട ആയത്തുകളെല്ലാം ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അപ്പോൾ ആയത്ത് ലഭിച്ചതോടുകൂടി ആളുകൾ മുഴുവൻ അങ്ങേയറ്റം സന്തോഷിക്കുകയാണ്. അവർ ആയിഷ റളിയല്ലാഹു അൻഹയെ പ്രകീർത്തിക്കാൻ തുടങ്ങി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഫാമിലിയെ. കാരണം നിങ്ങൾ കാരണമാണ് ഇത്രയും വലിയൊരു അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ചതെന്നെല്ലാം പറഞ്ഞ് അവർ വാഴ്ത്താൻ തുടങ്ങി. അപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയ്ക്ക് വേണ്ടി ആ ഒരു ത്യാഗം ചെയ്ത സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു നൽകിയത് നോക്കുക. അതേപോലെ തന്നെ നമുക്ക് വലിയൊരു പാഠം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന യാത്രയിൽ ആ മാല തിരയാൻ പോയത് കാരണമാണ് അത് മുഴുവൻ ഉണ്ടായത്. അപ്പോൾ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ രണ്ടാമത് നഷ്ടപ്പെടുന്ന സമയത്ത് അവർ തിരയാൻ പോകാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ കാര്യം പറയുകയാണ്. നമ്മൾ ആ സംഭവത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അപ്പോൾ ആ മരുഭൂമിയുടെ വിജനതയിൽ ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ ഒറ്റയ്ക്കിരിക്കുകയാണ്. അപ്പോൾ രാത്രിയാണ് സമയം. അതുമാത്രമല്ല അക്കാലഘട്ടത്ത് അറേബ്യൻ ദേശങ്ങളിൽ വന്യജീവികളെല്ലാം സജീവമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ആ ചെറിയ പ്രായം കൂടെയാണ്. അപ്പോൾ ആ ഒരു സമയത്തും അവരുടെ ആ തവക്കുൽ, അവരൊന്നും ഭയപ്പെടുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരണിയിൽ പറയാണ്, ഞാൻ അവിടെ ഇരുന്നു പെട്ടെന്ന് തന്നെ ഞാൻ ഉറങ്ങിപ്പോയി എന്നുള്ളതാണ്. അതായത് ഇത്തരം ഈ സംഘർഷ സാഹചര്യങ്ങളിലെല്ലാം ഒരാൾക്ക് ഉറക്കം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു ഗിഫ്റ്റാണെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ വല്ലാതെ വേദനയും അല്ലെങ്കിൽ മാനസിക സംഘർഷമെല്ലാം അനുഭവിക്കുന്ന സമയത്ത്
നമ്മൾ ഉണർന്നിരിക്കുകയാണെങ്കിൽ കൂടുതൽ അത് വഷളാക്കും. നമ്മൾ അതിനെ സംബന്ധിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതേസമയം അപ്പോൾ ഉറങ്ങാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു റിലീഫ്, ഒരു അല്പസമയത്തേക്കെങ്കിലും അതിൽ നിന്ന് ഒരു മോചനം ലഭിക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു ഗിഫ്റ്റാണ്. ഗിഫ്റ്റാണെന്ന് പറയാനുള്ള കാരണം, അപ്പോൾ സമാനമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ബദറിൻ്റെ തലേ ദിവസം അവർക്കൊരു ഉറക്കം നൽകിയതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻഫാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇത് യുഗശീകുമുൻ നുഗാസ അമനത്തം മിൻഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല ബദറിൻ്റെ തലേ ദിവസം ആ ഒരു സ്ട്രെസ് സാഹചര്യത്തിൽ അവർക്ക് വിശ്വാസികൾക്ക് ആശ്വാസമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറക്കം നൽകിയതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സമാനമായിട്ട് ഒരല്പം മുമ്പ് അരങ്ങേറി ഉഹുദിനെ സംബന്ധിച്ചും ഉഹുദിൽ ആ രണ്ടാം ഘട്ടത്തിൽ മുസ്ലിങ്ങൾ അങ്ങേയറ്റം പ്രയാസപ്പെടുന്നതിനിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആൽ ഇംറാൻ്റെ 184 ആയത്തിൽ സുമ്മ അൻസല അലൈക്കും മിൻ ബഅദിൽ ഗമ്മി അമനത്തൻ നുഗാസൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമയത്തും ഒരു ഉറക്കം നൽകിയതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ ആ രൂപത്തിൽ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിന്നീട് അവർ ഞെട്ടി എഴുന്നേൽക്കുന്നത് ഒരാളുടെ ശബ്ദം കേട്ടിട്ടാണ്. അത് ആരുടെ എന്നുള്ളതിലേക്ക് വരുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം സൈനിക യാത്രകൾ ഓപ്പറേറ്റ് ചെയ്ത ഒരു രീതി സീറ പണ്ഡിതന്മാർ അല്ലാമ സുഹൈലി റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ അവർ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരം സൈനിക സംഘങ്ങൾ പോകുന്ന സമയത്ത് ആ സംഘത്തിൻ്റെ മുന്നിലായിട്ട് റസൂലുള്ളാഹി ഒരു സ്കൗട്ടിനെ, അതായത് എണ്ണപ്പെട്ട ചില ആളുകളെ റസൂലുള്ളാഹി അഡ്വാൻസ് ആയിട്ട് ഒരു കൊച്ചു സംഘത്തെ മുന്നിൽ പറഞ്ഞയക്കും. മുഖദ്ദമത്തുൽ ജയ്ഷ് എന്നാണ് അറിയപ്പെടുന്നത്. അവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ സംഘത്തിനടുത്തതായിട്ട് അവർക്ക് വിശ്രമിക്കാനുള്ള ആ സ്പോട്ട്, അതേപോലെ തന്നെ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനെല്ലാം വേണ്ടി റസൂലുള്ളാഹി അഡ്വാൻസ് ആയിട്ട് ഒരു കൊച്ചു സംഘത്തെ മുന്നിൽ പറഞ്ഞയക്കും. അതേപോലെ തന്നെ സമാനമായിട്ട് ആ സൈന്യത്തിൻ്റെ വാലറ്റായിട്ട് ആ സൈന്യം പോയതിന് ശേഷം പിന്നീട് വരുന്ന ഒരു കൊച്ചു 1-2 ആളുകൾ മുഅഖറത്തുൽ ജയ്ഷ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അവരുടെ ജോലി എങ്ങാനും അവർ വിശ്രമിച്ച സമയത്ത് എന്തെങ്കിലും പ്രധാനപ്പെട്ട സാധനങ്ങൾ അവർ കളഞ്ഞു പോവുക അല്ലെങ്കിൽ എടുക്കാൻ മറക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാൻ വേണ്ടി പിറകിലും ഒരു കൊച്ചു സംഘം അല്ലെങ്കിൽ 1-2 ആളുകൾ പിറകിൽ വരുന്നുണ്ടാകും. ഈ ഒരു യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ജോലി ഏൽപ്പിച്ചതൊരു സ്വഹാബി, അദ്ദേഹത്തിൻ്റെ പേര് സഫ്വാൻ ഇബ്നു മുഅത്തൽ അസ്-സുലമി അദ്-ദക്വാനി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഡ്യൂട്ടി, അതായത് മുഅഖറത്തുൽ ജയ്ഷ്, ആ ഒരു ഡ്യൂട്ടി റസൂലുള്ളാഹി നൽകിയത്. അദ്ദേഹത്തിന് തന്നെ നൽകാനുള്ള കാരണവും ഉദ്ധരണിയിലുണ്ട്. അദ്ദേഹത്തിന് ഒരല്പം ഉറക്കിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരല്പം കൂടുതൽ ഉറങ്ങുന്ന ആളാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് സൗകര്യമാണ്, ഉറങ്ങി എഴുന്നേറ്റ് സാവധാനം പിറകിൽ വന്നാൽ മതി. അപ്പോൾ അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ അനുയായികളെയും അവരെ കൃത്യമായിട്ട് പഠിച്ചെടുത്ത് അവരുടെ ആ വീക്ക്നെസ്സുകൾ പോലും സ്ട്രെങ്താക്കി മാറ്റുന്ന ആ നായകനെയാണ് അവിടെയെല്ലാം കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ സ്വഹാബി സഫ്വാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരല്പം ഉറങ്ങി രാത്രി അങ്ങേയറ്റം വൈകിയാണ് പിറകെ വരുന്നത്. അങ്ങനെ ആ വരുന്ന സമയത്താണ് ആ മരുഭൂമിയിൽ ഒരാൾരൂപം കണ്ട് അദ്ദേഹം അടുത്ത് വന്ന് നോക്കുകയാണ്. അങ്ങനെ അടിവരയിടേണ്ട പ്രസ്താവന ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വക്കാന യറാനി ഖബലൽ ഹിജാബ്, അദ്ദേഹം ഹിജാബ് നിയമം വരുന്നതിന് മുമ്പ് അദ്ദേഹം എന്നെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ട ഉടനെ തന്നെ അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞു. ശേഷം അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം അസ്തിറിച്ച് അദ്ദേഹം ഉടനെ തന്നെ ആ ഒരു വാക്ക് പറയാണ്. അത് കേട്ടിട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഞെട്ടി എഴുന്നേൽക്കുന്നത്. ഞാൻ എഴുന്നേറ്റ ഉടനെ തന്നെ ഫഖമ്മർതു വജ്ഹി, എൻ്റെ ആ ഒരു മൂടുപടം കൊണ്ട് ഞാൻ ആ മുഖം മറച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വല്ലാഹി അദ്ദേഹം എന്നെ കണ്ട സമയത്ത് ആകെ ആ ഇസ്തിർജ ഇന്നാലില്ലാഹി ആ ഒരു പദമല്ലാതെ മറ്റൊന്നും എന്നോട് സംസാരിച്ചിട്ടില്ല. അവിടെ നമ്മൾ പോസ് ചെയ്യണം. ഒന്നാമത്തെ പാഠം, ഇപ്പോൾ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആദ്യത്തെ റിയാക്ഷൻ കണ്ട ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്ക്. അപ്പോൾ പല സമയത്തും ആ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അത് മരണവാർത്ത കേൾക്കുന്ന സമയത്ത് ഉരുവിടേണ്ട ഒരു പദാരൂപത്തിലാണ് പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ അല്ലദീന ഇദാ അസ്വാബത്ഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, വല്ല മുസീബത്തും നിങ്ങളെ ബാധിച്ചാൽ, അതല്ലെങ്കിൽ മറ്റൊരാളെ മുസീബത്ത് ബാധിച്ചതായിട്ട് കണ്ടാൽ ആദ്യമായിട്ട് നമ്മുടെ വായിൽ നിന്നും വരേണ്ട റിയാക്ഷൻ അത് ആ രൂപത്തിലായിരിക്കണം. അത് സ്വഹാബികൾ അതിനുള്ള മാതൃകയാണ്. രണ്ടാമതായിട്ട് ഞാൻ നേരത്തെ അടിവരയിടാൻ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്നെ ഹിജാബിന് മുമ്പ് കണ്ടതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചു. എന്താണ് ഹിജാബ്? പല സമയത്തും ഹിജാബ് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചിത്രമുണ്ട്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ്റെ ഭാഷയിൽ ഹിജാബ് മറ്റൊന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ സ്ത്രീകളുമായിട്ടുള്ള വസ്ത്രധാരണ നിയമങ്ങൾ ഖുർആനിലെ 2 സൂറത്തുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നത്. ഒന്ന് നമ്മൾ പറയാൻ പോകുന്ന ഖുർആനിലെ 24-ാമത്തെ അധ്യായം സൂറത്ത് നൂർ. അതേപോലെ തന്നെ അതിനോടൊപ്പം കടന്നു വരുന്ന മറ്റൊരു സൂറത്താണ് ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറത്തുൽ അഹ്സാബ്. ഈ 2 സൂറത്തുകളും മനോഹരമായിട്ടുള്ള ബന്ധം കാണാൻ സാധിക്കും. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ പറയും. അതിൽ
സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിജാബിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. അതിൻ്റെ 53-ാമത്തെ ആയത്ത്. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് നിങ്ങൾ വല്ലതും സംസാരിക്കുന്ന സമയത്ത് അതൊരു മറക്ക് പിന്നിൽ നിന്നായിരിക്കണം. അപ്പോൾ അവർക്കുള്ള ഒരു പ്രത്യേക നിയമം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അവർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അവർ സാധാരണ സ്ത്രീകളെ പോലെയല്ല. അപ്പോൾ അവർക്ക് സ്പെഷ്യലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയൊരു നിയമം, അവർ ഈ രൂപത്തിൽ അവരുമായിട്ട് ഇടപഴകുന്ന സമയത്ത് ഒരു ഹിജാബ്, ഒരു മറ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്നുണ്ട്. അതാണ് ഖുർആൻ്റെ ഭാഷയിൽ ഹിജാബ് എന്നുള്ളതുകൊണ്ടുള്ള വിവക്ഷ. അപ്പം അതേ അർത്ഥത്തിൽ തന്നെ ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ വിശ്വാസി അവിശ്വാസികൾ അവരെ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സമയത്ത് സൂറത്തുൽ ഇസ്രാഇൻ്റെ 45-ാമത്തെ വചനത്തിൽ ജഅൽനാ ബൈനക വ ബൈനല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറത്തി ഹിജാബൻ മസ്തൂറ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഹിജാബ് എന്നുള്ളതിൻ്റെ വിവക്ഷ ആ മറ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അപ്പം അതാണ് ഒന്നാമതായിട്ട് കടന്നു വരുന്ന ആ ടൈം, ഹിജാബ്. പിന്നീട് അവർ പറയുന്നുണ്ട്, ഞാൻ ഉറക്കില്ലെന്ന് ഞെട്ടി എഴുന്നേറ്റ് സഫാർ റളിയല്ലാഹു അൻഹുവിനെ കണ്ട ഉടനെ ഖമ്മർതു വജ്ഹി, ഞാൻ എൻ്റെ മുഖം മറച്ചു. രണ്ടാമതായിട്ട് കടന്നു വരുന്ന ആ ടേം ഹിമാർ എന്നുള്ള പദമാണ്. അത് പരിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നത് തലമൂടുന്ന ശിരോവസ്ത്രം, ഹെഡ് സ്കാർഫ് എന്നുള്ള അർത്ഥത്തിലാണ്. അതാണ് യഥാർത്ഥത്തിൽ ഹിമാർ. ഖുർആൻ സൂറത്തു നൂറിൻ്റെ 31-ാമത്തെ ആയത്തിൽ വൽയദ്രിബ്ന ബിഖുമുരിഹിൻ അലാ ജുയൂബിഹിൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആ മുഖം മൂടുന്ന നിങ്ങളുടെ മുഖമക്കൻ അത് നിങ്ങൾ ആ താഴേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ചെസ്റ്റിലേക്ക് ഇറക്കിയിടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ ഹമ്മറ യുഹമ്മിറ എന്ന് വെച്ചാൽ ഭാഷയിൽ യഥാർത്ഥത്തിൽ മറക്കുക എന്നുള്ള അർത്ഥമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളെ ബുദ്ധിയെ മറക്കുന്ന പാനീയം ഖാമറത്തിൽ അഖിൽ, ബുദ്ധിയെ മറക്കുന്ന പാനീയം ഖംർ, അതേ റൂട്ട് വേർഡിൽ വരുന്ന പദമാണ്. അതാണ് രണ്ടാമതായിട്ട് വരുന്ന ഹിമാർ എന്നുള്ള പദം, അതായത് തലമൂടുന്ന ശിരോവസ്ത്രം. മൂന്നാമതായിട്ട് പലപ്പോഴും നമ്മൾ പർദ്ദ അല്ലെങ്കിൽ ഹിജാബ് എന്നുള്ള പദം കൊണ്ടെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ശരീരം മുഴുവൻ മൂടുന്ന നീളും വീതിയുള്ള ആ ഒരു മൂടുവസ്ത്രം, അത് ഖുർആൻ്റെ ഭാഷയിൽ അത് ജിൽബാബാണ്. ജിൽബാബ്, അതിൻ്റെ ബഹുവചനം ജലാബീബ്. ആ ഒരു പദം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വസ്ത്രത്തെ വിശേഷിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൻ്റെ 59-ാമത്തെ ആയത്തിൽ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 ടേമുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്. ഒന്നാമതായിട്ട് പറഞ്ഞത് ഹിജാബാണ്. ഹിജാബ് എന്നുള്ളത് ആ മറ, അതായത് ആ കർട്ടൻ, ആ ഒരു അർത്ഥത്തിലാണ്. രണ്ടാമതായിട്ട് കടന്നു വന്നത് ഹിമാർ എന്നുള്ള പദമാണ്, അത് ശിരോവസ്ത്രത്തെ കുറിക്കാനാണ്. മൂന്നാമതായിട്ട് ജിൽബാബ്, ജിൽബാബ് എന്നുള്ളത് ആ ശരീരം കവർ ചെയ്യുന്ന ആ മൂടുവസ്ത്രം. പിന്നീട് വരുന്നത് നിഖാബാണ്, അത് ആ മുഖം മറക്കുന്ന ആ വസ്ത്രമാണ്. ഇപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഹിജാബിന് ശേഷമാണ് ഈ ഒരു സംഭവം അരങ്ങേറുന്നത്. അപ്പോൾ ഹിജാബിന് മുമ്പ് അവരെന്നെ കണ്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ മറ്റൊരു കാര്യം, ഇപ്പോൾ സ്ത്രീകളുടെ ആ വസ്ത്രധാരണ നിയമം വരുന്നത് യഥാർത്ഥത്തിൽ ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം വരുന്നത് ഹിജറ വർഷം 4 അവസാനത്തിലാണ്. അതായത് നമ്മൾ ഒരിക്കൽ ചിന്തിക്കുകയാണെങ്കിൽ അവസാനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിയമങ്ങളിലൊന്നാണ് വസ്ത്രധാരണ നിയമം. ആദ്യം നമസ്കാരം, അതേപോലെ തന്നെ നോമ്പ്, സക്കാത്ത്, അതെല്ലാം നൽകിയതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വസ്ത്രധാരണമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ നൽകുന്നത്. പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്യാനുള്ള കാരണം, ഓരോന്നിനും ഓരോ പ്രയോറിറ്റി ഉണ്ട്. ആ പ്രയോറിറ്റി അനുസരിച്ച് വേണം നമ്മൾ അത്തരം വിഷയങ്ങളെ സമീപിക്കാൻ. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ തുടരുകയാണ്. അങ്ങനെ സഫാർ റളിയല്ലാഹു അൻഹു ആ മരുഭൂമിയിൽ എന്നെ കണ്ട ഉടനെ തിരിച്ചറിഞ്ഞു. മറ്റൊന്നും സംസാരിക്കാതെ അദ്ദേഹം ആ ഒട്ടകത്തെ കൊണ്ടുവന്ന് എൻ്റെ സമീപത്ത് അവിടെ മുട്ടുകുത്തിച്ചു. അങ്ങനെ ഞാൻ ആ ഒട്ടകപ്പുറത്തേക്ക് കയറിയിരുന്നു. അദ്ദേഹം ആ ഒട്ടകത്തെ നയിച്ചുകൊണ്ട് നടന്നു. ആ രൂപത്തിൽ ഞങ്ങൾ യാത്ര ചെയ്തു. അങ്ങനെ ഒരുപാട് യാത്ര ചെയ്ത് പ്രഭാതെല്ലാം കഴിഞ്ഞ് ഏകദേശം ആ വെയിൽ ചൂട് പിടിക്കുന്ന സമയമായ സന്ദർഭത്തിൽ അവസാനം ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഘത്തെ ഞങ്ങൾ ദൂരെ കാണാൻ തുടങ്ങി. അപ്പോൾ അവർ വരുന്ന അവരുടെ ആ ഒരു ആഗമനം ആദ്യം കാണുക തീർച്ചയായിട്ടും റസൂലുള്ളാഹിൻ്റെ സംഘത്തിൻ്റെ ഏറ്റവും പിറകു ഭാഗത്തുള്ള ആളുകളായിരിക്കും. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ സംഘത്തിൻ്റെ ഏറ്റവും പിറകു ഭാഗത്ത് പ്രധാനമായിട്ടുണ്ടായിരുന്നത് മുനാഫിക്കളുടെ ഒരു കൂട്ടാണ്. അവരുടെ ലീഡർ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ലഅനഹുല്ലാഹ്, അയാളും ആ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ ദൂരെ നിന്നും ആയിഷ റളിയല്ലാഹു അൻഹയും സഫാർ റളിയല്ലാഹു അൻഹു വരുന്ന ആ ഒരു കാഴ്ച കണ്ട ഉടനെ അയാൾ വേണ്ടാത്ത ഔദുബില്ല, അയാൾ വേണ്ടാത്ത നീചമായിട്ടുള്ളൊരു അപവാദം അയാൾ അവിടെ പറയാൻ തുടങ്ങി. അത്തരത്തിലുള്ള ഒരു ഗോസിപ്പിന്, ഒരു അപവാദത്തിന് അയാൾ അവിടെ തിരികൊളുത്തുകയാണ്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ആ സമയത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ സൂചിപ്പിച്ചു. അയാൾ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചതും അയാൾ പറഞ്ഞ ആ പച്ചക്കള്ളം അത് തുറന്നു കാണിച്ചുകൊണ്ട് അയാളുടെ ആ മുഖം മൂടി വലിച്ചൂരിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുനാഫിഖൂൻ എന്നുള്ളൊരു അധ്യായം റസൂലുള്ളാഹിക്ക് നൽകിയതും അതുവഴി ആ സമൂഹത്തിലുടനീളം അയാളുടെ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സ്വന്തം അനുയായികൾക്കിടയിൽ തന്നെ അയാൾ നാണം കെട്ട് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ജനശ്രദ്ധ, അയാളിലേക്കുള്ള ആ ശ്രദ്ധ, ജനശ്രദ്ധ തെറ്റിച്ചു വിടാനും ആ വിഷയം തിരിച്ചുവിടാൻ വേണ്ടി ഈ രൂപത്തിലുള്ള നീചമായിട്ടൊരു ഗോസിപ്പിന് അയാൾ അവിടെ തിരികൊളുത്തുകയാണ്. മറ്റൊരു ശ്രദ്ധയായിട്ടുള്ള കാര്യം തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു,
സ്വഹീൽ ബുഖാരി കടന്നു വരുന്ന ഏറ്റവും വലിയ ഹദീസുകളിലൊന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഇഫ്കുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഉദ്ധരണിയാണ്. 5ലധികം പേജുകൾ വരുന്ന സുദീർഘമായിട്ടുള്ള ഉദ്ധരണിയിൽ അതിൻ്റെ A to Z ഡീറ്റെയിൽ, മൈന്യൂട്ട് ഡീറ്റെയിലുകളടക്കം അവർ നൽകുന്നുണ്ട്. പക്ഷേ ആ ഒരു ഹദീസിൽ അതിലൊരിടത്ത് പോലും അവർ എന്താണ് ഇവർ ആരോപണമായിട്ട് പറഞ്ഞതെന്ന് അതിനെ സംബന്ധിച്ച് അതിനെ വെർബലൈസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധ്യമല്ല. അതിനെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്തെല്ലാം മാ കാലു അവർ പറഞ്ഞത്, അതല്ലെങ്കിൽ കൗലു അഹ്ലുൽ ഇഫ്കിൻ്റെ ആളുകൾ പറഞ്ഞത്, ആ രൂപത്തിൽ സൂചിപ്പിക്കുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് അതിനെ തുടർന്ന് വരുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിലോ അതല്ലെങ്കിൽ അത് ഈ ഒരു വിഷയം പ്രതിപാദിക്കുന്ന സീറ ഗ്രന്ഥങ്ങളിലെല്ലാം സമാനമായിട്ടുള്ള നിലപാട് പണ്ഡിതന്മാർ സ്വീകരിച്ചതായിട്ട് കാണാൻ സാധിക്കും. അതൊരു ആദരവ് അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ നമ്മൾ കാണിക്കുന്ന അദബാണ്, ആ ഒരു മര്യാദയാണ്. അതുമാത്രമല്ല, ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സമീപനം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നൂറിൽ ശക്തമായിട്ടുള്ള ഭാഷയിൽ അതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു വിഷയം സമൂഹത്തിലേക്ക് ചർച്ച ചെയ്യുന്ന സമയത്ത് പോലും അത് നെഗറ്റീവായിട്ടുള്ള നിരവധി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ആ ഒരു വിഷയത്തിൽ ഖുർആൻ നൽകുന്ന മാതൃക പോലും വളരെ മനോഹരമാണ്. പരിശുദ്ധ ഖുർആനിൽ ആ സ്ത്രീ പുരുഷ ബന്ധത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഇപ്പോൾ ഒരു ഡസനിലധികം പദങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഖുർആൻ്റെ പല ഭാഗത്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരൊറ്റ പദം പോലും ഡയറക്റ്റ് അർത്ഥമല്ല, എല്ലാ പദങ്ങളും ഇൻഡയറക്റ്റ് ആണ്. പക്ഷേ അത് വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുകയും ചെയ്യും. ആ രൂപത്തിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് വലം യംസസ്നി ബഷർ, സ്പർശിക്കുക എന്ന് പറയുന്നുണ്ട്. പക്ഷേ അർത്ഥം നമുക്കറിയാം. അതേപോലെ തന്നെ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് വലാ റഫത്ത, അതേപോലെ തന്നെ വത്തറ എന്നുള്ള പദം സെയ്ദുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു റളിയല്ലാഹു അൻഹുമായിട്ട് ബന്ധപ്പെട്ട ആ വിഷയത്തിൽ ഫലമ്മ ഖളാ സെയ്ദും മിൻഹ വത്തറ എന്ന് വെച്ചാൽ ആവശ്യം പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അത് മാത്രമാണ്. അതേപോലെ തന്നെ ഖറുബ, അടുത്ത് വരിക, ആർത്തുമായിട്ട് ബന്ധപ്പെട്ട് വലാ തഖറബൂഹുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഈ രൂപത്തിൽ എല്ലാം ഇൻഡയറക്റ്റ് പദങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹയാ ഏത് ഈ ഒരു വിഷയത്തിലെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളത് അതെല്ലാം വലിയ പാഠങ്ങളാണ്. അതായത് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് വരെ ഒരു മറ വേണം എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ സംസ്കാരം എന്നുള്ളതെല്ലാം തുറന്നു വെക്കണം ആ രൂപത്തിലുള്ളതിലേക്കാണ്. അതായത് നമ്മുടെ ഈ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി എല്ലാം അത് ദ്വയാർത്ഥങ്ങൾ ഉപയോഗിച്ചും മറ്റുമെല്ലാം ഇത്തരം വിഷയങ്ങളെല്ലാം വളരെ പബ്ലിക്കായിട്ട് യാതൊരു ലജ്ജയില്ലാതെ അതെല്ലാം തുറന്നു വെക്കുന്ന ഒരു സംസ്കാരമാണ് സമകാലിക ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുക. അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മനോഹരമായിട്ടുള്ള മതത്തിൽ വളരെ കൃത്യമായിട്ടുള്ള അധ്യാപനങ്ങൾ ഈ ഒരു വിഷയത്തിലെല്ലാം അവിടെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അവർ തിരിച്ച് മദീനയിലെത്തി. ആ സമയത്ത് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് പടച്ച ഒരു അപവാദം, വന്നാസു യുഫീദൂന ഖൗല അഹ്ലിൽ ഇഫ്ക്, അപവാദ പ്രചാരകരുടെ ആ വാക്കുകൾ ആളുകൾ ഏറ്റെടുത്ത് അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. ആ ഒരു ഗോസിപ്പ് ആ സൊസൈറ്റിയിൽ മുഴുവൻ പടർന്നു പിടിക്കുകയാണ്, ആ ഒരു വൈറസ്. ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചെത്തിയ ഉടനെ തന്നെ അവർ രോഗബാധിതരാവാണ്. കാരണം നമുക്കറിയാം അക്കാലഘട്ടത്തിൽ യാത്ര എന്നുള്ളത് വളരെ റിസ്ക്കിയാണ്. കാരണം പലപ്പോഴും ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളും മറ്റും കാരണം വരുന്ന ഇൻഫെക്ഷൻ, യാത്രകൾക്കിടയിൽ മരണം വരെ സർവ്വസാധാരണയായിരുന്നു. ഇപ്പോൾ എന്തിനേറെ ഓർക്കുന്നുണ്ടാകും, സീറയുടെ ആരംഭ ഭാഗങ്ങളിൽ റസൂലുള്ളാഹിൻ്റെ ഒരു വല്ലിപ്പ ഹാഷിം അദ്ദേഹം മരണപ്പെടുന്നത് യാത്രക്കിടയിലാണ്. റസൂലുള്ളാഹിൻ്റെ മാതാപിതാക്കൾ രണ്ടാളും സമാനമാണ്. അപ്പോൾ അത്രയേറെ ബുദ്ധിമുട്ട് റിസ്ക്കിയാണ് യാത്രകൾ എന്നുള്ളത്. പലപ്പോഴും യാത്ര കഴിഞ്ഞ് വന്നാൽ എന്തെങ്കിലും വല്ല അസുഖങ്ങളെല്ലാം ആളുകളെ ബാധിക്കുക സർവ്വസാധാരണയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ശക്തമായിട്ടുള്ള കഠിനമായിട്ടുള്ള രോഗം വന്ന് അവിടെ കിടപ്പിലാവുകയാണ്. അപ്പം അത് കാരണം ആ പുറത്ത് നടക്കുന്നതൊന്നും അവരറിഞ്ഞിരുന്നില്ല. മനസ്സിലാക്കുക കാലങ്ങൾക്ക് ശേഷമാണ് അവർ ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അയാൾ പറഞ്ഞ ആ വാക്ക്, അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് പറഞ്ഞ ആ വാക്ക് ജനങ്ങളെ ഏറ്റെടുത്തു. അതായത് ആ സമൂഹത്തിൽ ആ ഒരു ഗോസിപ്പ് വൈറലായിട്ട് മാറുകയാണ്. ഇപ്പോൾ സമകാലിക ലോകത്ത് സോഷ്യൽ മീഡിയ യുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് അതിൻ്റെ രീതിയൊന്നും പറഞ്ഞു തരേണ്ടതില്ല. അത് ആ മീഡിയ സമർത്ഥമായിട്ട് അത് വിറ്റ് കാശാക്കുന്നുണ്ട്. ഏതെങ്കിലും പ്രത്യേകിച്ച് സമൂഹത്തിൽ അറിയപ്പെട്ടൊരു വ്യക്തികൾക്കെതിരെ ഈ രൂപത്തിൽ അവർക്കെതിരെ ഒരു ഗോസിപ്പ്, ഒരു സ്കാൻഡൽ വന്നു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ ഷെയർ അല്ലെങ്കിൽ റീട്വീറ്റ് ചെയ്ത് ആളുകൾക്കെല്ലാം അത് ചർച്ച ചെയ്യാൻ വല്ലാത്ത താല്പര്യമാണ്. ഇപ്പോൾ ഗോസിപ്പിനെ സംബന്ധിച്ചൊരു കോട്ടിൽ പറയുന്നുണ്ട്, അത് ഒരാൾ ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു സമയം അത് അയാളെക്കുറിച്ചാകുന്ന സമയത്ത് മാത്രമാണ്. അത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നതിനനുസരിച്ച് അതിൽ എരിവും പുളിയെല്ലാം കൂടി ആ രൂപത്തിലൊരു പ്രത്യേക വിധത്തിലായിട്ട് മാറും. അത് പറയപ്പെടുന്ന വ്യക്തി, അതായത് ആരോപിതൻ്റെ ആ ജീവിതത്തിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് ഈ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന ആളുകളൊന്നും ചിന്തിക്കാൻ പോകരുത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആന് വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ ഈ ഒരു സംഭവം വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വിഷയങ്ങളോട് മുസ്ലിങ്ങൾ ഏത് രൂപത്തിലാണ് പ്രതികരിക്കേണ്ടത് അല്ലെങ്കിൽ ഡീൽ ചെയ്യേണ്ടതെല്ലാം വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നൂർ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ സൂറത്തിലേക്ക് പിന്നീട് നമ്മൾ വരും. ഒരർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഒരു മാസക്കാലത്തോളം അവിടെ രോഗബാധിതയായി കിടന്നത് ഒരർത്ഥത്തിൽ അനുഗ്രഹമായിരുന്നു. കാരണം
ചിന്തിച്ചോ, അവർ വളരെ നേരത്തെ തന്നെ ഇത്രയും പവിത്രമായ അവരെ സംബന്ധിച്ച് ഈ രൂപത്തിലുള്ള ഒരു ചർച്ച സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്നുള്ള വാർത്ത അവരറിഞ്ഞാൽ അത്രയും കാലം അവർ സഹിക്കേണ്ടി വരുമായിരുന്നു. അങ്ങനെ അവർ പറയുകയാണ്, ആ പുറത്ത് നടക്കുന്ന ചർച്ചകളെ സംബന്ധിച്ചൊന്നും ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു, അത് റസൂൽ എന്നോടുള്ള ആ പെരുമാറ്റത്തിൽ, ആ സമീപനത്തിൽ മൈന്യൂട്ടായിട്ടുള്ളൊരു മാറ്റം എനിക്ക് സെൻസ് ചെയ്യാൻ സാധിച്ചു. പൊതുവേ എൻ്റെ അടുത്ത് വന്നാൽ കെയ്ഫ് ഹാലുക്കി അല്ലെങ്കിൽ ഇതേ രൂപത്തിൽ അഭിസംബോധന ചെയ്യും. മാത്രമല്ല അസുഖമാകുന്ന സമയത്ത് മറ്റുള്ള സമയങ്ങളെക്കാൾ കൂടുതൽ എന്നോട് അനുകമ്പ കാണിച്ചിരുന്നു. അതിലെല്ലാം ഒരല്പം കുറവ് എനിക്ക് ഫീൽ ചെയ്തു. അതെല്ലാം അവർ തമ്മിലുള്ള ആഴത്തിലുള്ള ഗാഢമായിട്ടുള്ള ബന്ധമെല്ലാം ആ സംസാരം കാണിച്ചിരുന്നുണ്ട്. കാരണം ആഴത്തിൽ സ്നേഹബന്ധമുള്ള ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഒരു കെമിസ്ട്രി ഉണ്ടാകും. കൂടുതലൊന്നും സംസാരിച്ചിട്ടില്ലെങ്കിലും പുറത്ത് മറ്റാർക്കും മനസ്സിലാക്കാത്ത വിധം ഭാര്യയ്ക്ക് അയാളുടെ ആ ഇഷ്ടാനിഷ്ടങ്ങൾ, ആ മുഖഭാവം അല്ലെങ്കിൽ അയാളുടെ സംസാരത്തിൻ്റെ ടോണെല്ലാം കണ്ട് വളരെ കൃത്യമായിട്ട് മറ്റാരേക്കാളും ഭാര്യയ്ക്ക് റീഡ് ചെയ്യാൻ സാധിക്കും. അപ്പം എന്തോ ഒരു സംശയം എനിക്ക് തോന്നി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അകത്തല്ല, റസൂലുള്ളാഹി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്, ആ സമൂഹത്തിൽ ആളുകളായിട്ട് ഇടപഴകുന്നുണ്ട്. അപ്പം നിരന്തരം ഇതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം റസൂലുള്ളാഹിക്ക് അറിയാം. അത് ഇൻഷാ അല്ലാഹ് മുന്നോട്ടുള്ള ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പക്ഷേ ആ സമൂഹം മറ്റൊരു രൂപത്തിലാണ് ഇതിനെ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിലാണെങ്കിൽ വഹിയാണെങ്കിൽ വരുന്നില്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ സമയം ഒരു പ്രവാചകൻ എന്നുള്ള പോലെ തന്നെ നമ്മളെപ്പോലെ വികാര വിചാര വ്യാകുലതകളുള്ള ഒരു മനുഷ്യൻ കൂടെയാണ്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും. അത് മാത്രമല്ല, ഇത്രയും തീക്ഷ്ണമായിട്ടുള്ള ഒരു അനുഭവം അവർക്കിടയിൽ ആദ്യമായിട്ടാണ് ഈ രൂപത്തിലുള്ള ഒരു അനുഭവത്തിലൂടെ ആ ഒരു ഉമ്മത്ത് കടന്നു പോകുന്നത്. അപ്പോൾ റസൂലുള്ളാഹി അത് മാത്രമല്ല, ശ്രദ്ധയായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, പുറത്തുനിന്ന് ഈ രൂപത്തിലുള്ള വാർത്തകളും പ്രഷറെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്ന സമയത്തും റസൂലുള്ളാഹി ദിനേന വന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് അവരോട് വിവരം അന്വേഷിക്കുന്നുണ്ട്, റസൂലുള്ളാഹി സന്ദർശിക്കുന്നുണ്ട്. ഒരിക്കൽ പോലും ആ ഒരു വിഷയം ആ ഒരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരായിട്ട് ചർച്ച ചെയ്യുന്നില്ല. സുബ്ഹാനല്ലാഹ്. കാരണം ആ രോഗാവസ്ഥയിലാണ് ഈ ഒരു സമയത്ത് ഈ രൂപത്തിലുള്ള ചർച്ച, അതെല്ലാം അത് മറ്റൊരു രൂപത്തിലാണ് അവരെ ബാധിക്കുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് ഒരു അക്ഷരം അവിടെ മിണ്ടുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ട് ഏകദേശം ഒരു മാസമായ സമയത്ത് ആ രോഗം ഒരല്പം ഭേദമാവുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ആ രോഗം ഭേദമായ സമയത്ത് അങ്ങനെ ഒരിക്കൽ ഞാൻ ആ വീടിന് പുറത്ത് പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ വേണ്ടി പോയി. അവിടെ ഹദീസിൽ അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്, അന്നത്തെ കാലത്ത് വീടിന് പുറത്ത് ദൂരെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയി രാത്രി പോയി നിർവഹിക്കലായിരുന്നു. ആ രൂപത്തിലായിരുന്നു സമ്പ്രദായം. അവർ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, വീടിനോട് ചേർന്ന് ടോയ്ലറ്റ് നിർമ്മിക്കുന്നതിൻ്റെയൊക്കെ മുമ്പായിരുന്നു അത്. അതായത് ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഈ ഹദീസ് അവർ ഉദ്ധരിക്കുന്നത് 19 വർഷങ്ങൾക്ക് ശേഷമാണ്. അത് പറയുന്ന സമയമായപ്പോഴേക്കും അവിടെയുള്ള കൾച്ചർ മാറിയിട്ടുണ്ട്. ആ വീടിനോട് ചേർന്ന് നിർമ്മിക്കുന്ന, അപ്പോൾ നമുക്കറിയാം ഇന്ന് വീടിനകത്താണ്. ആ രൂപത്തിലുള്ള സമ്പ്രദായം എല്ലാം മാറിയിട്ടുണ്ട്. അതും ഒറ്റക്കല്ല അവർ പോലെ 2-3 ആളുകൾ ചേർന്നാണ് പോവുക. രാത്രി സമയത്ത് അതിനൊരു പ്രത്യേക ഏരിയ ഉണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എൻ്റെ കൂടെ ഉമ്മു മിസ്തഹ് ഉണ്ടായിരുന്നു, അതായത് മിസ്തഹിൻ്റെ മാതാവ്. ശേഷം അവരുമായിട്ടുള്ള ബന്ധം ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഈ മിസ്തഹിൻ്റെ മാതാവ് അത് പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതൃ സഹോദരിയായിരുന്നു. അവരുടെ മകനാണ് മിസ്തഹ് ഇബ്നു ഉസാസ റളിയല്ലാഹു അൻഹു. ഈ പേര് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ കുടുംബത്തെ സഹായിച്ചത്. ഈ മിസ്തഹിന് ചെലവിന് നൽകിയതും ആ കുടുംബത്തിൻ്റെ പ്രയാസങ്ങളിലെല്ലാം സഹായിച്ചത് ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അപ്പോൾ അവരുമായിട്ട് അടുത്ത ബന്ധമാണ്. ഈ മിസ്തഹിൻ്റെ മാതാവ് അധിക സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലുണ്ടാകും. കാരണം ഒരു വല്യമ്മ അല്ലെങ്കിൽ ആ അടുത്ത ബന്ധമാണ്. അപ്പോൾ ഈ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ അവരോടൊപ്പമാണ് പോയത്. അങ്ങനെ അവരോടൊപ്പം പോയി തിരിച്ചു വരുന്ന സമയത്ത് ഇരുട്ടാകും. ഉമ്മു മിസ്തഹ് അവരുടെ കാലിലെന്തോ തടഞ്ഞ്, അവർ ധരിച്ച വസ്ത്രമോ കല്ലോ എന്തോ തടഞ്ഞ് അവർ വീടാൻ പോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വീടാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും നമ്മൾ അല്ലാഹ് അല്ലെങ്കിൽ പടച്ചോൻ എന്തെങ്കിലും നമ്മൾ പറയാറുണ്ട്. അതിന് പകരം അവർ പറഞ്ഞത് ഫഖാല തഇസ മിസ്തഹ് നശിക്കട്ടെ, സ്വന്തം മോനെക്കുറിച്ചാണ് ഈ പറയുന്നത്. അതാണ് അവരുടെ വായിൽ നിന്നും വന്ന വാക്ക്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അത്ഭുതത്തോടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിഷ്കളങ്കത നോക്കുക. ഖുൽതു ലഹ ബിഅസ മാ ഖുൽതി, നിങ്ങൾ എത്ര മോശമായിട്ടാണ്, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്കുകൾ, അതസുബീന റജുലൻ ഖദ് ഷഹിദ ബദറൻ, ബദറിൽ പങ്കെടുത്ത ഒരാളെക്കുറിച്ച് ഈ രൂപത്തിൽ മോശമായിട്ട് പറയുകയാണോ? സുബ്ഹാനല്ലാഹ്. അപ്പം സ്വന്തം മകനെക്കുറിച്ചാണ് പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ അവരെ ഡിഫെൻഡ് ചെയ്യുന്നത് നോക്കുക. അപ്പോൾ വരികൾക്കിടയിലൂടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉന്നതമായിട്ടുള്ള സ്വഭാവ മഹിമ വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു ഉമ്മയും മകനെ വെറുതെ പഴിക്കില്ല, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. ആ കാരണം എന്താണെന്ന് പോലും അന്വേഷിക്കാതെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഫസ്റ്റ് റിയാക്ഷൻ അവരെ ഡിഫെൻഡ് ചെയ്യുകയാണ്. അതും അവർ ചെയ്ത ഒരു നന്മ എടുത്തു പറഞ്ഞുകൊണ്ട്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ആ ഒരു തർബിയത്താണ്. അപ്പോൾ അവിടെ നമുക്കുള്ള പാഠം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ജീവിതകാലം മുഴുവൻ ആ ദീനിൻ്റെ സേവനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരാൾ
അയാൾ അറിയാതെ ഒരു നാക്കുപ്പിഴ അല്ലെങ്കിൽ ജെന്യൂനായിട്ടുള്ളൊരു മിസ്റ്റേക്ക് അയാളുടെ അടുത്ത് വന്നാൽ അയാൾ അത്രയും കാലം ചെയ്ത ആ സേവനങ്ങൾ മുഴുവൻ മറന്ന് ആ ഒരു മിസ്റ്റേക്ക് മാത്രം ഹൈലൈറ്റ് ചെയ്ത് അയാളെ വധിക്കാറുണ്ട് സോഷ്യൽ മീഡിയ എല്ലാം. അതായത് അയാളുടെ സേവനങ്ങളെല്ലാം മാറ്റി അയാളുടെ ആ തെറ്റിലൂടെയാണ് അയാളെ പിന്നീട് ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ അത് നോക്കി കാണുക. ആയിഷ റളിയല്ലാഹു അൻഹ തികച്ചും വിപരീതമായിട്ടുള്ള പ്രതികരണം. അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ തർബിയത്താണ്. ഓ ഉമ്മ, ബദറിൽ പങ്കെടുത്ത ഒരാളെക്കുറിച്ച് നിങ്ങൾ ഈ രൂപത്തിൽ പറയാണോ? അതിന് ഉമ്മു മുസ്തഹ നൽകിയ മറുപടി, യാ ഹൻതാ അലം തസ്മഇ മാ ഖാലു, മോളെ, അവർ നിന്നെക്കുറിച്ച് പറഞ്ഞതൊന്നും അവർ പറഞ്ഞു പരത്തിയതൊന്നും അപ്പോൾ നീ കേട്ടിട്ടില്ലേ? ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണത്? ആ സമയത്ത് അഖ്ബർതനി ബി ഖൗലി അഹ്ലിൽ ഇഫ്ക്, അപവാദക്കാർ പറയുന്ന ആ വാർത്തകളെല്ലാം ആ സമയത്ത് അവരെനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ ആ പുറത്ത് നടക്കുന്ന വാർത്തകളെല്ലാം അറിയുന്നത്. അത് വല്ലാത്തൊരു ഷോക്ക്. ചില റിപ്പോർട്ടുകൾ ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ ബോധം കെട്ട് വീണു. സ്വഹീൽ ബുഖാരിയിലുള്ള റിപ്പോർട്ടിൽ അതോടുകൂടെ അവരുടെ ആ രോഗം വീണ്ടും മൂർച്ഛിച്ചു. അങ്ങനെയാണല്ലോ. അപ്പോൾ മനസ്സിന് കഠിനമായിട്ടുള്ള പ്രയാസം വരുന്ന സമയത്ത് അത് ശരീരത്തെയും ബാധിക്കും. സൈക്കോസൊമാറ്റിക് എന്നെല്ലാം നമ്മൾ പറയാറുണ്ട്. ആ രൂപത്തിൽ ശക്തമായിട്ടുള്ള രോഗം വീണ്ടും അവരിലേക്ക് വരികയാണ്. അങ്ങനെ രോഗം മൂർച്ഛിച്ച് അവർ വീട്ടിലേക്ക് പോയി അവിടെ കിടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവ് പോലെ, റസൂലുള്ളാഹി ഇതൊന്നും അറിയുന്നില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവ് പോലെ വന്ന് സലാം ചൊല്ലി എൻ്റെ വിവരം അന്വേഷിച്ചു. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട്, ഞാൻ എൻ്റെ വീട്ടിൽ പോട്ടെ, റസൂലുള്ളാഹിനോട് അനുവാദം ചോദിക്കുകയാണ്. അവിടെ ഈ ഫിഖ്ഹിലുള്ളൊരു പോയിന്റ് പണ്ഡിതന്മാർ പറയുന്നത് ഈ രൂപത്തിൽ സ്വന്തം വീട്ടിൽ പോകാനും ആ ഒരു പെർമിഷൻ്റെ ആ ഒരു ആവശ്യകത, അതെല്ലാം ഈ ഒരു ഹദീസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിനോട് അനുവാദം ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പോകാനുള്ള അനുമതി നൽകി. കൂടെ ഒരാളെ പറഞ്ഞയച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ സ്വന്തം വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. തുർമുദി ധരിക്കുന്ന ഹദീസിൽ ആ വീട്ടിലുള്ള സീന്, ഞാൻ അവിടെ എത്തിയ സമയത്ത് മാതാവ് ഉമ്മു റുമാ റളിയല്ലാഹു അൻഹ അവർ വീടിന് താഴെയും ഉപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീടിന് മുകളിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എന്നെ കണ്ട ഉടനെ ഉമ്മ ഓടി വന്ന് വിവരം അന്വേഷിക്കുകയാണ്. എന്താ മോളെ വന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ നിറകണ്ണുകളോട് ചോദിച്ചു, ഉമ്മ ഈ കേൾക്കുന്നതൊക്കെ ശരിയാണോ? അപ്പോൾ ഉമ്മ മകളെ വേദനിപ്പിക്കാതെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഓ മോളെ, വിഷമിക്കേണ്ടതില്ല. നിന്നെപ്പോലെ സുന്ദരിയായിട്ടുള്ള ഒരാൾ, അതും നിൻ്റെ ഭർത്താവ് ഇത്രയേറെ ഭാര്യമാരുണ്ടായിട്ടും നിന്നെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അസൂയക്കാർ പലതും പറയും. അത് നീ കാര്യമാക്കേണ്ടതില്ലെന്ന് ഉമ്മ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ സമർത്ഥമായിട്ട് കേൾക്കുന്ന കാര്യമെല്ലാം ശരിയാണെന്ന് അവർ സമർത്ഥമായിട്ട് മറ്റൊരു രൂപത്തിൽ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അത്യധികം വിഷമത്തോടു കൂടി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഉപ്പ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഉമ്മ പറഞ്ഞു അതെ. രണ്ടാമതായിട്ട് അവർ ചോദിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ അറിയോ? അപ്പോൾ ഉമ്മ പറഞ്ഞു അതെ. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയാണ്. ആ കരച്ചിലിൻ്റെ ശബ്ദം കേട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മേലെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഖുർആൻ പൂട്ടിവെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ കരച്ചിൽ കേട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, ഇവക്ക് എന്ത് പറ്റി? അപ്പോൾ ഭാര്യ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നുള്ളതാണ്. ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹു പറയാണ്, ആ ഉമ്മ പറഞ്ഞത് കേട്ടതോടുകൂടെ ഞാൻ അങ്ങേയറ്റം വിഷമത്തിലായി. പിറ്റേന്ന് പ്രഭാതം വരെ ഞാൻ രാത്രി ഒരുപോലെ കണ്ണടക്കാതെ ഞാൻ അവിടെ കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഈ രൂപത്തിലുള്ള അപവാദങ്ങൾ അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അതിനെ സംബന്ധിച്ച് സംസാരിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ അത് ഷെയർ ചെയ്യുന്ന ആളുകളൊന്നും ഇതേ രൂപത്തിൽ ഓരോ കുടുംബങ്ങൾ അവരനുഭവിക്കുന്ന പ്രയാസം, അവരുടെ കണ്ണീര്, അതൊന്നും അവർ കാണാറില്ല. പറയുന്ന ആളുകൾക്ക് വളരെ സിമ്പിളാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം പറയുന്നിടത്ത് സൂറത്ത് നൂറിൻ്റെ 15-ാമത്തെ ആയത്തിൽ തഹ്സബൂനഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി അലീം, അവരത് വളരെ നിസ്സാരമായിട്ട് കാണുന്നു, പക്ഷേ അള്ളാഹിൻ്റെ അടുക്കൽ അത് അങ്ങേയറ്റം ഗുരുതരമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ താക്കീത് നൽകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആയത്തിലേക്കെല്ലാം പിന്നീട് വരും. ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങേയറ്റം ദുഃഖത്തിൽ അവിടെ ഇരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി തുടർന്നുള്ള ഭാഗത്ത് ആ സമൂഹം അത് ഏത് രൂപത്തിലാണ് അതിനോട് പ്രതികരിച്ചത്, അതേപോലെ തന്നെ ഈ വിഷയം ഏത് രൂപത്തിലാണ് പരിഹരിക്കപ്പെട്ടത്, ആ ഒരു വിഷയമെല്ലാം ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഭാഗത്ത് വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ പ്രയാസങ്ങൾ, ഈ രൂപത്തിൽ ആരോപണങ്ങളാൽ പ്രയാസം സഹിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ നമുക്കറിയാം പല ഭാഗത്തും പല പ്രതിസന്ധികളിലൂടെ മുസ്ലിം ഉമ്മത്ത് പല ഭാഗത്തും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലെല്ലാം എളുപ്പം പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തിനോടൊപ്പം ആ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.